ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ IPL തുടരെ രണ്ടാമത്തെ കളിയിലും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്. സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള കളിയിൽ പരാജയഭീതിയിലാണ് ഹർദിക്കിന്റെ ടീം. കൂറ്റൻ സ്കോറാണ് ആദ്യം ബാറ്റ് ചെയ്ത ശേഷം ഹൈദരാബാദ് വാരിക്കൂട്ടിയത്. 278 റൺസിന്റെ റെക്കോർഡ് വിജയലക്ഷ്യമാണ് മുംബൈക്ക് മുന്നിൽ അവർ നൽകിയിരിക്കുന്നത്. 3 വിക്കറ്റിന് 277 എന്ന പടുകൂറ്റൻ സ്കോറാണ് ഹൈദരാബാദ് പടുത്തുയർത്തിയത്. അതിനിടെ മത്സരത്തിനിടെയുള്ള രസകരമായ ഒരു വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ക്യാപ്റ്റൻ എന്ന നിലയിൽ ഹർദിക് പാണ്ഡ്യ നിസ്സഹായനായതോടുകൂടി കളിയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് മുൻ നായകൻ രോഹിത് ശർമ്മ ഫീൽഡ് ക്രമീകരിക്കുന്ന വീഡിയോയാണ് ഇപ്പോൾ വൈറലാവുന്നത്. ഈ വീഡിയോ വൈറലാകാൻ ഒരു കാരണം കൂടിയുണ്ട്. ഹർദിക് പാണ്ഡ്യയോട് ബൗണ്ടറി ലൈന് അരികിൽ പോയി ഫീൽഡ് ചെയ്യാൻ രോഹിത് ആവശ്യപ്പെടുന്നത് ഇതിൽ കാണാം. നേരത്തെ ഗുജറാത്ത് ടൈറ്റൻസുമായി അഹമ്മദാബാദിൽ ഞായറാഴ്ച നടന്ന മുംബൈയുടെ മത്സരത്തിൽ സമാനമായൊരു സംഭവം നടന്നിരുന്നു. അന്ന് പക്ഷേ രോഹിത്തിന്റെ സ്ഥാനത്ത് ഹർദിക് പാണ്ഡ്യ ആയിരുന്നു എന്ന് മാത്രം. ബൗണ്ടറി ലൈന് അരികിൽ പോയി ഫീൽഡ് ചെയ്യാൻ വളരെ പരുഷമായാണ് ഹർദിക് പാണ്ഡ്യ അന്ന് രോഹിത്തിനോട് ആജ്ഞാപിച്ചത്. ഈ നിർദ്ദേശം തന്നോട് തന്നെയാണോ എന്ന് രോഹിത് ആശ്ചര്യത്തോടെ ചോദിക്കുന്നതും വീഡിയോയിൽ കാണാം. അതേ എന്നുറച്ച് ഹാർദിക് പാണ്ഡ്യ പറയുമ്പോൾ ചെറിയൊരു ജാള്യതയോടെ രോഹിത് ചെറുതായി ചിരിച്ചുകൊണ്ട് ബൗണ്ടറി ലൈനിലേക്ക് ഓടുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം. രോഹിത്തിന്റെ ആരാധകരെ ഈ വീഡിയോ വളരെയധികം വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. രൂക്ഷമായ ഭാഷയിലാണ് ഈ പ്രവൃത്തിയുടെ പേരിൽ ഹർദിക്കിനെ അവർ വിമർശിച്ചത്. തന്നെ വളർത്തുകയും മുംബൈക്ക് 5 കിരീടം സമ്മാനിക്കുകയും ചെയ്ത ഒരു ക്യാപ്റ്റനെ ഈ രീതിയിൽ അപമാനിക്കുമോ എന്ന് ആരാധകരുടെ ചോദ്യം. ക്യാപ്റ്റനായതോടെ ഹർദിക്കിന് അഹങ്കാരം തലയ്ക്ക് പിടിച്ചിരിക്കുകയാണെന്നും വിമർശകർ തുറന്നടിച്ചു. എന്നാൽ തന്നെ അന്ന് അപമാനിച്ചതിന്റെ തൊട്ടടുത്ത കളിയിൽ തന്നെ രോഹിത് ഇപ്പോൾ മധുര പ്രതികാരം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ആരാധകരും ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. ആരാണ് മുംബൈയിലെ യഥാർത്ഥ ബോസ് എന്ന് ഹർദിക്കിന് രോഹിത് കാണിച്ചു കൊടുത്തിരിക്കുകയാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടി. അതേസമയം IPL ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും വലിയ ടീം ടോട്ടലാണ് മുംബൈക്കെതിരെ ഈ മത്സരത്തിൽ ഹൈദരാബാദ് വാഴിക്കൂട്ടിയത്. 3 പേരുടെ ഇടിമിന്നൽ 50കളാണ് ഓറഞ്ച് ആർമിയെ ഇതിന് സഹായിച്ചത്. പുറത്താകാതെ 80 റൺസ് അടിച്ചെടുത്ത ഹെൻറിച്ച് ക്ലാസനാണ് ടോപ്പ് സ്കോറർ. വെറും 34 പന്തിൽ നിന്നും 7 സിക്സറും 4 ഫോറും ഉൾപ്പെടെയാണിത്. അഭിഷേക് ശർമ്മ 23 ബോളിൽ 63 റൺസ് അടിച്ചെടുത്തപ്പോൾ ട്രാവിസ് ഹെഡ് 24 പന്തിൽ 62 റൺസും സ്കോർ ചെയ്തു.